അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹെയർ കളർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മനോഹരമായി നമ്മുടെ സ്കിന്നിൻ്റെ കളർ മാറ്റാമെന്നാണ്. ആരും വീട്ടിലിരിക്കുന്ന ഹെയർ കളർ ഒന്നും എടുത്ത് മുഖത്ത് തേക്കല്ല്. ഇത് പറയുന്ന മുഴുവനായിട്ട് കേൾക്കുക, അതിനുശേഷം മാത്രം ഒരു നടപടി എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഞാൻ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിക്സാർട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. പിക്സാർട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിറം നമുക്ക് ഹെയർ കളർ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഹെയർ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്പ് എന്ന് പറയുമ്പോൾ പിക്സാർട്ടാണ്. നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഫോണിലും പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ആ ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിക്സാർട്ട് എടുക്കുക. ഇനി പിക്സാർട്ടിലെ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഈ ആപ്പ് കണ്ടുപിടിച്ച ആൾക്ക് പോലും ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ആ ഫോട്ടോ നമ്മൾ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് തന്നെയുള്ള ഹെയർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഹെയർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പം നമുക്ക് ഒരുപാട് കളറുകൾ, നമ്മളെ മുടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കളറുകൾ കിട്ടും. ആ കളറുകൾ കിട്ടുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ കളറിനെ എടുത്തുകൊണ്ട് നമ്മൾ മാനുവലാക്കണം എന്നാണ്. അപ്പം നമുക്ക് ഹെയർ കളർ എടുക്കുക. അപ്പോഴത്തന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. അതിന് നമ്മൾ മാനുവലാക്കുക. ഇപ്പം നമ്മളെ മുടിക്ക് ഒരു കളർ വന്നിട്ടുണ്ട്, ആ കളറിനെ മാറ്റിക്കൊണ്ട് മാനുവലാക്കിയ ശേഷം നമുക്ക് ഈ ഹെയർ കളർ എന്ന് പറയുന്ന കളറിനെ എവിടെയും അടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മാനുവലാക്കി ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ സൂം ചെയ്ത് നമ്മളെ ആവശ്യത്തിനായിട്ട് സൂം ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു കളർ കണ്ടോ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്കിൻ കളറിനോട് സാമ്യമുള്ള അതേ കളർ നമുക്കിവിടെ കിട്ടും. ആ കളറിനെ എടുത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ മൊത്തത്തിൽ ആ കളറാക്കാൻ പറ്റും. കണ്ടോ, ഇനി എങ്ങോട്ടെങ്കിലും ഇച്ചിരി സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അതൊക്കെ ഇറേസ് ചെയ്ത് മായ്ക്കാനൊക്കെ കഴിയുന്നതാണ്. നല്ല കൃത്യതയോടുകൂടി നല്ല കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ക്യാമറയിലെടുത്ത ഫോട്ടോ ആണെങ്കിൽ പോലും ആ ഫോട്ടോയ്ക്ക് നമുക്ക് വേണ്ട കളറുകൾ കൊടുക്കുക ഇതിലൂടെ സാധിക്കും. അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ കളർ മാത്രമല്ല ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്കിൻ കളറെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു പോരായ്മയുണ്ട്. നമുക്ക് ഈ കൈയും കൂടെ ഒന്ന് കളർ അടിക്കാറുണ്ട്. കണ്ടോ, ആ കയ്യിലും കൂടെ കളർ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വെട്ടം കയ്യിലേക്ക് അടിക്കുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ കളർ അടിച്ച് കഴിയുമ്പോൾ വരും. കണ്ടോ, ആ കളർ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഒറിജിനാലിറ്റി, അല്ല പെയിൻറ്റ് വാരി അടിക്കും പോലെ അല്ല ഈ ഹെയർ കളർ വെച്ച് നമ്മൾ ഇത് കളർ അടിക്കുമ്പോഴത്തേനുള്ളത്. ആ ഒരു ഒറിജിനാലിറ്റി കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ആപ്പ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നമ്മളിലേക്കൊക്കെ എത്തിച്ചെന്ന ആളുകൾക്ക് പോലും ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളത് അറിയത്തില്ലായിരിക്കും. പക്ഷേ നമുക്കിങ്ങനൊരു കിടിലമായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി നമുക്ക് ഇത് മാത്രമല്ല, ഇനി വേറെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണുകൾക്കൊക്കെ ഇപ്പോൾ സ്കിന്നിൻ്റെ കളർ ആയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ കണ്ണുകളുടെ കളർ നമുക്കൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും നമ്മൾ അതേപോലെ ഹെയർ കളർ എടുക്കുക. ഹെയർ കളർ എടുത്തിട്ട് നമ്മൾ വെള്ള കളർ സെലക്ട് ചെയ്യാം. നമുക്ക് വെള്ള കളർ സെലക്ട് ചെയ്തിട്ട് ആ കണ്ണിൻ്റെ ഭാഗങ്ങളിലെല്ലാം ആ വെള്ള കളർ നമുക്ക് കൊടുക്കാൻ. കണ്ടില്ലേ, ആ വെള്ള കളർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് ആ വെള്ള കളർ വെച്ച് ക്ലിയർ ആക്കാൻ പറ്റും. അത് നല്ല കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൃത്യതയോടുകൂടിയും വളരെ ഒറിജിനാലിറ്റി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇപ്പം നോക്കിക്കേ, കണ്ണുകൾ നല്ല വൃത്തിയാണ്, നല്ല തെളിച്ചമായത് കണ്ട കണ്ണുകൾക്ക്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ സാധിക്കും. എന്താണെന്നല്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചുണ്ടിന് കളർ കൊടുക്കാൻ സാധിക്കും. ലിപ്സ്റ്റിക് ഇടാൻ പറ്റും. നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഈ പിക്സാർട്ടിൽ തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഫീച്ചറൊക്കെ നമുക്ക് ഇത് ലഭ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം, പ്രത്യേകം പൈസ കൊടുക്കണം. എന്നാൽ ഒന്നും കൊടുക്കാതെ നമുക്ക് ഈ ഒരു ഹെയർ കളർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഹെയർ കളർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ചുണ്ടിന് കളറാക്കുക. അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ഏത് കളറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളത് ചെയ്യുമ്പം കറക്റ്റ് കളർ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളൊക്കെ, കളർ പോയ ഫോട്ടോകളൊക്കെ ക്ലിയർ ചെയ്യുന്നതൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മറ്റ് AI സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് നമുക്ക് തന്നെ അതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഏത് കളർ വേണം, പഴയ ഫോട്ടോകളൊക്കെ കളറാക്കി തരുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് ഇത്. അപ്പോൾ വളരെ എളുപ്പം തന്നെ, ഒരു മിനിറ്റ് പോലും ആവശ്യമില്ലാതെ ഒരു AI ചെയ്യുന്നേക്കാൾ വേഗതയിൽ നമുക്ക് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലെ ഹെയർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഫോട്ടോയും വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ലിയർ ആക്കാനും ഭംഗിയാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി.